ഞാനും ശുങ്കും അഞ്ചൂടെ നട്ടത് മാവാണിത്. അത് കണ്ട കഴിച്ചു. വേറെക്കല്ല നീ അത് കൃത്യമായിട്ട് കുഞ്ഞുമണിയാന്നല്ലോ. കുഞ്ഞുമണിയേക്കാളും ബഹളം അമ്മ. കുഞ്ഞുമണിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മധുരം ജീവാമൃതബിന്ദു. വെൽക്കം ടു കൈപ്പൻ ബ്ലോഗ്സ്. മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ താടിയൊക്കെ ചെറുതായിട്ട് സെറ്റായി വരുന്നുണ്ട്. നാട്ടിൽ ഒരു ദിവസം രാവിലെ ഒരു കട്ടനൊക്കെ കുടിച്ച് നേരെ എറണാകുളത്തോട്ട് പോവാം. എറണാകുളത്ത് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരും. ഞാൻ 5 ദിവസമേ ഉള്ളൂ ഇവിടെ. അപ്പം ഇന്ന് അവിടെ പോയി അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരും. ഞാനും അളിയനും നമ്മുടെ തിരുവനന്തപുരവും നമ്മുടെ ദ്വീപും കൂടെ പോകുന്നത്. ഞങ്ങൾ 4 പേരുടെ പോകുന്നത്. ഇപ്പം 6 മണിയായി. പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് കൈപ്പൻസ് ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. നമ്മുടെ കറിവേപ്പില ഇത്രയും പൊക്കമായി കേട്ടോ. കറിവേപ്പില ഇത്രയും പൊക്കമായി. നമ്മുടെ കിളികളെല്ലാം അമ്മി അങ്ങോട്ട് വന്നപ്പം കൊടുത്തു. എത്ര 10-30 എണ്ണം ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കൊടുത്തു. ലവ് ബേഡ്സ്. മീനുണ്ട്, മീൻ ഇതിനകത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ റംബൂട്ടാൻ സെറ്റായി. പക്ഷേ ഞാൻ പോകുമ്പോഴത്തേന് ആവത്തില്ല. അതായിരുന്നെങ്കിൽ അത് 2 കഴിക്കായിരുന്നു. പേരയ്ക്കൊക്കെ സെറ്റായിട്ട് പറിച്ചോ. ഇപ്പം വേറെ ഏറ്റവും വലിയ സന്തോഷം മാങ്ങ ഇങ്ങനെ ഉണ്ട്. ഇത് കിളിച്ചുണ്ടൻ മാങ്ങയാണോ ആളിയ? ഇത് ഏത് മാങ്ങയാണെന്നുള്ളത് അഞ്ചുന് മാത്രമേ അറിയാവൂ. അഞ്ചുന് മാത്രമേ അറിയാവൂ. താഴെ അപ്പുറത്തെ സപ്പോർട്ടയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. ഉള്ളതെല്ലാം അന്ന് വെച്ചതുകൊണ്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നു. സന്തോഷം. ഇതൊക്കെ കാണുമ്പം തന്നെ നമുക്ക് സന്തോഷമാണ്. പിന്നെ മറ്റേ ഇതുണ്ട് ഇവിടെ, അത് മമ്മി കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ എന്ത് പറയുന്നത് അതിൻ്റെ പേര്? മിറാക്കിൾ ഫ്രൂട്ട്. അതാണ് ഈ സാധനം. അത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന എല്ലാം മധുരമുള്ളതായിരിക്കും. ദീപു സാറ് വരുന്നു. പറന്നോ. അമ്പലത്തിൽ പോയിട്ട് വരും കേട്ടോ. തരാനല്ലേ പോയത്. ദീപു സാർ ഗുഡ് മോർണിംഗ്. രാവിലെ പോയി പള്ളിയല്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരികയാണ്. കണ്ട നമ്മുടെ തിരുവനന്തപുരം ധരിക്കുന്നു. ദ്വീപ് പറയാ നമ്മളൊരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. മറന്നു വരുന്നു. എന്നെ രാവിലെ വിളിച്ചേക്കുന്നു. ഇയാൾ ഇന്നിച്ചിട്ട് പോലും ഇല്ല. ഞാൻ രാവിലെ കുളിക്കുവാന്ന് ഞാൻ പറഞ്ഞു. അമ്പലത്തിന് അവിടെ ആയിക്കോന്ന്. ഞങ്ങൾ 5:30 ആയപ്പോഴെഴുന്നേറ്റ്. അയാൾ ഞാൻ ഇന്നിച്ചില്ലെന്നാ. എപ്പോഴാ പറഞ്ഞ കുള്ളത്ത് മുക്കിയിരുന്ന് ചായ കുടിച്ചോണ്ടിരുന്നത്. താമസിച്ചു. ഞാൻ നമുക്ക് ഓക്കെ പോയി കാണാൻ പറ്റില്ല. അവിടെ പോയി നിന്നല്ലാതെ ഭയങ്കര തിരക്കായിരിക്കും. ഗണപതി അമ്പലത്ത് ഉത്സവമാണോ? ഇന്നോ കേട്ടോ. ലൈറ്റ് മാത്രമല്ല ഈ അമ്പലം അലങ്കരിച്ചെന്ന് പറഞ്ഞു. പൂ വെച്ചിട്ട് 10-15 ലക്ഷം രൂപയുണ്ട്. രാവിലെ ഫുഡടിക്കാൻ കയറിയാണ്. ഫുഡടി പൊറോട്ടയും ഇടിയപ്പം പറഞ്ഞിട്ടുണ്ട്. പൊറോട്ട ഇടിയപ്പം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോവാണ്. നമ്മളിപ്പോൾ ചെങ്ങന്നൂരാണുള്ളത്.
ഏതായിരുന്നടാ കട? ആ പോരട്ടോ. രാവിലെ എന്തായാലും ഫുഡ് കഴിച്ചല്ലേ, ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പാട്ടോട്. മധുരം ജീവാമൃതബിന്ദു, മധുരം ജീവാമൃതബിന്ദു, ഹൃദയം പാടും ലയസിന്ദു, മധുരം ജീവാമൃതബിന്ദു. കൊള്ളാം പല ബേസ്. രാവിലെ ഒരു ഗാനമൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഉറങ്ങി കേട്ടോ ദീപന്റെ പാട്ട് കേട്ട്. പഴയ പാട്ടുകൾ കേൾക്കണമെങ്കിൽ നമ്മൾ നാട്ടിൽ വരണം, ദീപുവിന്റെ അടുത്ത് എത്തണം. ഞങ്ങള് എത്താറായി, എറണാകുളത്ത് എത്താറായി. ഉറക്കം വരുന്നത് അന്നേരം നൈസായിട്ട് നമ്മുടെ ദീപുവിന്റെ മിമിക്രി പറയും. ഇതാരെന്ന് പറയണം. എന്തു പറഞ്ഞാലും ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് ഔട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ പാർട്ടിയെ വിജയിപ്പിക്കണം, അത് എനിക്ക് പറയാനുള്ളൂ. ഇതാരാണെന്നുള്ളത് പറയണേ, കമന്റ് ചെയ്യണം കേട്ടോ. വളരെ ശക്തമായി പറയുകയാണെങ്കിൽ ആന്റണി സർക്കാർ കേരളത്തിന് എന്തു കൊടുത്തു? ഉണ്ട് 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 ഉണ്ട കൊടുത്തു. രണ്ടുപേരുള്ളോ? രണ്ടുപേരുള്ളോ? അത് എന്തോ വേറെ ഉണ്ട്. അടുത്ത പറയൂ. ഇതാരാന്ന് മറ്റേ മണി മണി അത് മറ്റേ 500 മിമിക്രിയും പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയുടെ കടയിലെത്തി. സോഡ നാരങ്ങളാ കൂടി. പിള്ളേച്ചന് സോഡ നാരങ്ങളാ. ഒരെണ്ണം വേണ്ട. തിരുവനന്തപുരം അവനോട് വേണ്ടെന്ന് പറഞ്ഞോ? എന്താ വേണ്ട. ഇവിടെ വന്നപ്പോ താണ്ടെ തണ്ണിമത്തൻ, അതുപോലെ പച്ചമാങ്ങ ജ്യൂസ്. എന്റെ പിള്ളേച്ചൻ ആദ്യത്തെ സ്നാക്ക്. ഞങ്ങളിവിടെ ഫുഡടി തുടങ്ങി. മാങ്ങാ കറി, മീൻ വറുത്തത്, ചിക്കൻ കറി, മാമ്പഴ പുളിശ്ശേരി ആട്ടത്, അച്ചാർ. അടിപൊളിയാ മാമ്പഴ പുളിശ്ശേരി, സൂപ്പർ. എങ്ങനെയുണ്ട്? സെറ്റ്. ഇവിടെ വന്നപ്പോൾ അഞ്ജുവിൻ്റെ പഴയ അളിയൻ്റെ പഴയ ഒരു ഫോട്ടോ ജ്വരിക്കുന്നുണ്ട്. നോക്കട്ടെ സ്റ്റാറ്റസ് ഒക്കെ ഇടണത്. അമ്മ തായിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഉച്ചക്ക് 2:30 SSLC ബുക്കിലെ ഫോട്ടോ ഇത്. പണ്ടേ ആ ഒരു കുറുമ്പുണ്ട് കേട്ടോ ആ മുഖത്ത്. ആ ഒരു ഉണ്ട്. നമുക്ക് ആ കൊതികുത്തും ആ ഒരു ദേഷ്യമൊക്കെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. കുഞ്ഞുമണിയാന്നല്ല, കുഞ്ഞുമണിയേക്കാളും ബഹളം അമ്മ. ആ കുഞ്ഞുമണിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് അവരെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ളതല്ലേ. എന്നാ പോട്ടെ. വീണ്ടും അടുത്ത വരവിന് കാണാം. ഓക്കെ. എല്ലാവരും ചോദിച്ചു, മമ്മീനെ ചോദിച്ചായിട്ട് പറ. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ആരോട് പറ, ആരോടും വല്യമ്മയോടൊക്കെ പറ, വല്യമ്മയോട് പറ. കൊച്ചുമ്മയോട് പറ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റാത്തോണ്ട് അവരോടും പറ. അത് കുഴപ്പമില്ല. അല്ല വരാൻ പറ്റായി അത് പറഞ്ഞേരേ. മലപ്പുറം അല്ലല്ലോ. ഞാൻ വരാനിരുന്ന ബുധനാഴ്ചയാണെങ്കിൽ ഞാൻ വരുമായിരുന്നു. ബുധനാഴ്ച ഞാൻ വരുമായിരുന്നു. ഇവിടെ നല്ല മാങ്ങയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിച്ച് ഭയങ്കര സെറ്റപ്പായിരുന്നു. പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന രസമായിരുന്നു. ഇപ്പം അടുത്ത പ്രാവശ്യം വരട്ടെ. ഓക്കെ, കാണാം. കറങ്ങിത്തിരിഞ്ഞ് പുതുപ്പള്ളിയിലെത്തി. പള്ളി കയറി മെഴുതിലെത്തിച്ച് നേരെ കൊട്ടാരക്കരയ്ക്ക്.
ദീപ് ഉറങ്ങിയാ വണ്ടി ഉടൻ വരെ വന്നത്. ഞാൻ പറഞ്ഞോട്ട് ഈ മാവിൽ മൊത്തം മുത്തശ്ശി മാവിൽ മൊത്തം മാങ്ങയാട്ടോ, പഴുത്ത് വയ്ക്കുക. അവിടെ പോയി കല്ലൊന്നും എടുത്ത് എറിയല്ലേ. നീ വാ. അങ്ങനെ നമ്മള് കറങ്ങിത്തിരിഞ്ഞ് കൊട്ടാരക്കരയിലെത്തിയിരിക്കുകയാണ്. കൊട്ടാരക്കരയുടെ നഗര വീതിയിലൂടെ ഞങ്ങള് നമ്മൾ തിരിച്ചുകൂടെ വന്ന് രാജീവ് സാധിക്കുന്നു. എല്ലാവരും കൂടെ പേരയ്ക്ക പറിക്കുന്നു. പിള്ളേച്ചിന് വണ്ടി ഉണ്ടെന്ന് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിർത്തി ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമസ്കരിച്ച് വണ്ടി അവൻ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കൂ. പേരയെല്ലാം പൂത്ത് നിൽക്കും കേട്ടോ. ഒരു പേരൊക്കെ വെച്ചിട്ട് പേരൊക്കെ വേണം. റംബൂട്ടാൻ വേണോ? ആരെങ്കിലും വേണോ? നട്ടാള് തായ്ക്കുന്നു. ആരാ? ശുങ്കു ഞങ്ങളെ നട്ടതായിരുന്നു. ഞാനും ശുങ്കുവും അഞ്ചൂടെ നട്ടത് മാവാണിത്. അത് കണ്ട കഴിച്ചു. ഞാൻ നട്ട പേരക്കല്ല, നീ അതെടുത്ത് കളഞ്ഞ്. അതുകൊണ്ട് അവിടെ ഒരു മുരടിച്ചൊരു പേരക്കല്ലായിരുന്നു ഈ സൈഡിൽ നിന്ന്. പഴയ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ സൈഡിലൊരു പേരക്ക നട്ടായിരുന്നു. അത് പോയി. അതല്ല തിരുവനന്തപുരം അതാ മുരടിച്ചിരിക്കുന്നു. അത് ഒരു കാ നേരെ പോയില്ല, എല്ലാം കുരുടായിട്ട് കുരുട്. ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷം കേട്ടോ. കിളിയെ കൊടുത്തു. ജോഡിക്ക് 200 സംതിങ് ആണ്. 500 സംതിങ് ആണ്. 500 സംതിങ് രൂപയ്ക്ക് ലവ് ബേർഡ്സ് കൊടുത്തു. ലാസ്റ്റ് പ്രാവശ്യം 200 സംതിങ് കണ്ടായിരുന്നു. 500 കേട്ടോ, 200 രൂപ കിട്ടി കേട്ടോ ഒരു പേരിന്. 500 പ്രതീക്ഷിച്ച. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ, ഇത് ഞങ്ങളുടെ അമ്മച്ചി. അപ്പച്ചൻ്റെ പേര് മത്തായി, അമ്മച്ചിയുടെ പേര് ചിന്നമ്മ മത്തായി. നമ്മൾ അവിടെ പോയി എല്ലാവരും ഒന്ന് കണ്ട് എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരിച്ചു പോകും. പലരും പല സ്ഥലങ്ങളിലാണ്. ഒരു പെങ്ങൾ കൽക്കട്ടയിൽ, ഒരാൾ ദുബായിൽ, പിന്നെ ചാച്ചൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാജീവ് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. കുറേ നാളുകൾ ശരിക്കും ഒന്ന് ഇവരെയൊക്കെ കാണാൻ പറ്റി. ഏകദേശം ഒരു 5-6 വർഷമായി, 5-6 വർഷം കഴിഞ്ഞു. അപ്പോൾ കണ്ടു. പിന്നെ എല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെമ്മറീസ് കീപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എറണാകുളത്ത് പോയി. എറണാകുളത്ത് മമ്മിക്ക് ഇതുപോലെ തന്നെ ചെറിയൊരു കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അടക്കത്തിന് വരാതിരുന്നത്. അപ്പോൾ അതാണ് പപ്പ അവിടുന്ന് പറഞ്ഞു വിട്ടത്, വരാൻ പറ്റാത്തത് അങ്ങനെ പറയണമെന്നുള്ളത്. അപ്പം യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരോ നിമിഷം ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ്, കൈപ്പറ്റ്സ്.